നമസ്കാരം. ഇന്നത്തെ ഗീതാ പഠനം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ അർജുന വിഷാദ യോഗത്തിൻ്റെ ശ്ലോകങ്ങളാണ് ചൊല്ലിയിരുന്നത്. അർജുനൻ്റെ വിഷാദം എന്തായാലും സ്വാഭാവികമാണ് അല്ലേ? നമുക്കറിയാലോ, നമ്മുടെ ബന്ധുമിത്രാദികളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അർജുനൻ്റെ ആ വിഷാദം എവിടെ എത്തിയിട്ടില്ല. ആ അധ്യായത്തിൻ്റെ കുറേ അധികം ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ അതിലെ ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ. അപ്പോൾ ഈ അധ്യായം ഈ ശ്ലോകങ്ങളോടുകൂടി നമ്മൾ ഇവിടെ തുടങ്ങാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അപ്പോൾ നമ്മൾ എന്താണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നത്? എന്താണ്? ഭീഷ്മ പിതാമഹൻ സഹികെട്ട് ഈ ദുര്യോധനന്റെ ഈ ഒരു എന്താ പറയുക, അവന്റെ ആ ഒരു മനസ്സിന്റെ ആ ഒരു ഇളക്കം അല്ലെ, പേടി കൊണ്ട്. അപ്പോൾ അദ്ദേഹം ഒന്നും മറുപടി പറയാതെ തന്റെ ശംഖ് മുഴക്കാണ് ഉണ്ടായത്. ഭീഷ്മ പിതാമഹൻ ശംഖ് മുഴക്കിയതോടുകൂടി മറ്റുള്ളവരെല്ലാവരും, കൗരവപക്ഷത്തുള്ളവരെല്ലാവരും ഒന്ന് റെഡിയായി അവരുടെ എല്ലാ കാര്യങ്ങളും അവരെ വാദ്യങ്ങൾ മുഴക്കി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ 14ാമത്തെ ശ്ലോകത്തില് തദ സ്വേദർഹയറിയോക്തേ മഹദിസ്യന്തേന സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രഥത്മാതുഃ. ഇപ്പോ കൗരവരുടെ ഭാഗത്ത് നിന്നാണല്ലോ ആദ്യത്തെ ശംഖധ്വനി ഉണ്ടായത് അല്ലെ? ഭീഷ്മ പിതാമഹൻ ശംഖധ്വനി ഉണ്ടായപ്പോഴാണല്ലോ തുടക്കത്തിൽ ഒരു ഉത്സാഹമൊക്കെ വന്നു കഴിഞ്ഞത്. ഇത് കണ്ടപ്പോ ഉടൻ തന്നെ വെള്ള കുതിരകളോടുകൂടി വലിയ തേരിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അദ്ദേഹം കുതിരകളെ തേർത്തലിക്കുന്ന അദ്ദേഹമാണല്ലോ. അപ്പോ ആ തേരിലിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും എന്ത് ചെയ്തു? തങ്ങളുടെ ശ്രേഷ്ഠങ്ങളായ ശംഖുകൾ മുഴക്കി. അവരുടെ ആ ശംഖ്, അതായത് എന്താണ്, ഭീഷ്മരുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോ കൃഷ്ണാർജുനന്മാരുടെ ശംഖുകൾ ദിവ്യങ്ങളാണ്. കാരണം എന്താ അറിയോ? കൃഷ്ണനും അർജുനനും ഒക്കെ ഓരോ അർജുനൻ ആരാണ്? ഇന്ദ്രന്റെ പുത്രനാണ് അല്ലെ? അദ്ദേഹം കൊടുത്തിരിക്കുന്നതും ഭഗവാന്മാർ കൊടുത്തിരിക്കുന്നതും എല്ലാവരും, അതുപോലെ ഭഗവാന്റെ അനുഗ്രഹമുള്ള അർജുനന് എന്തെല്ലാം അവരുടെ ശംഖിന്റെ ധ്വനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെല്ലാം ഭഗവത് സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം ഐശ്വര്യ ദേവതയും വാഴുന്നു എന്നുള്ളതാണ്. ഈ ഭാഗ്യദേവത ഒരിക്കലും പ്രിയതമനെ പിരിയില്ല. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടോ, അവിടെ ആരുണ്ട്? ലക്ഷ്മി ഭഗവതി ഉണ്ട് അല്ലേ? അതാണ് ഐശ്വര്യം. അപ്പോ എവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടോ അവിടെ ഐശ്വര്യമുണ്ട്. അങ്ങനെ വിജയ ഐശ്വര്യങ്ങൾ ആരെയാണ് കാത്തു നിൽക്കുന്നത്? അർജുനനെയാണ് കാത്തു നിൽക്കുന്നത്. കാരണം എന്താ? അവിടെ ഭഗവാൻ കൂടെയുണ്ട്. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ശ്രീ ഉണ്ട്. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുണ്ട്. ലക്ഷ്മി ഭഗവതി ഭഗവാനെ വിട്ടു പിരിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഭക്തി ഭക്തി ഭക്തി. നാമം ചൊല്ലൂ, നാമം ചൊല്ലൂ. നാമം ചൊല്ലുമ്പോൾ ഭഗവാൻ ഉണ്ടാവും. ഭഗവാന്റെ കൂടെ സ്വാഭാവികമായിട്ട് ആരും നമ്മുടെ കൂടെ വരും. നമ്മുടെ ഭവനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ആരുണ്ടാവും? ശ്രീ ഐശ്വര്യവും ദേവതയും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോ വിഷ്ണുവിന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ശംഖധ്വനി, അതായത് അഗ്നിദേവൻ അർജുനന് നൽകിയ രഥത്തിലാണ് സുഹൃത്തുക്കളായ കൃഷ്ണാർജുനന്മാർ ഇരുന്നരുളുന്നത്. അതായത് അഗ്നിദേവൻ കൊടുത്ത രഥത്തിലാണ് ഭഗവാൻ ഈ വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ തേരാളിയായി ഇരിക്കുന്നതും അർജുനൻ നിന്ന് യുദ്ധസന്നാഹത്തോടുകൂടി നിൽക്കുന്നതും. സുഹൃത്തുക്കളായ കൃഷ്ണാർജുനന്മാര്, കൃഷ്ണാർജുനന്മാര് സുഹൃത്തുക്കളും കൂടിയാണ്. ഭഗവാന്റെ മഹത്വം ഒക്കെ അർജുനൻ അറിയാമായിരുന്നുവെങ്കിലും സുഹൃത്തുക്കൾ മാത്രമല്ല, ഇവര് തമ്മിലൊരു ബന്ധം കൂടിയുണ്ട്. ഞാൻ മുമ്പിലത്തെ അധ്യായത്തിൽ പറഞ്ഞിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് കുന്തി ദേവിയുടെ ആങ്ങള മകനാണ്, വസുദേവരുടെ മകനാണ് ആര്? നമ്മുടെ ഭഗവാൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ഭാഷയിൽ പറയുകയാണെങ്കിൽ അച്ചേമയാണ്. ആരുടെ അച്ചേമ? ഭഗവാന്റെ, കൃഷ്ണന്റെ അച്ചേമയാണ് കുന്തി. അപ്പൊ അച്ചേമയുടെ മക്കളാണ്. തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ അമ്മായിയുടെ മക്കളാണ്. അപ്പൊ ആ ഒരു ബന്ധം കൂടി ഇവരുണ്ട്. പക്ഷെ ആ ബന്ധത്തിനപ്പുറം ശ്രീകൃഷ്ണാർജുനന്മാർ വളരെ സുഹൃത്തുക്കളാണ്. ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധമുണ്ട്. അപ്പോ ആ സുഹൃത്തുക്കളെ, അവരുടെ ആ രഥം എല്ലാ ദിക്കുകളും കീഴടക്കാൻ പര്യാപ്തമാണ്. അഗ്നിദേവൻ കൊടുത്ത ആ രഥം ഈ 3 ലോകങ്ങളിൽ എവിടെയും ആ രഥത്തിന് വിജയമേ ഉണ്ടാവുകയുള്ളൂ എന്നും ഏത് കണ്ണുപൊട്ടനും തിരിച്ചറിയാവുന്ന കാര്യമായിരുന്നു അത്. ഈ യുദ്ധത്തിൽ നിൽക്കുന്ന കൗരവപക്ഷത്തുള്ള സകല ആൾക്കാർക്കും, ആ സകല മഹാരഥന്മാർക്കും അറിയാമായിരുന്നു ഇതിന്റെ അവസാനം നന്മ ജയിക്കും. നന്മ ജയിക്കും പറഞ്ഞാൽ പാണ്ഡവർ ജയിക്കും എന്ന് അറിയാമായിരുന്നിട്ട് കൂടി
ഈ ദുര്യോധന പക്ഷത്തെ ആ മഹാരഥന്മാർ എല്ലാവരും തിന്മയ്ക്ക് വേണ്ടി പോരാടാൻ തയ്യാറായി എന്നേ നമുക്ക് പറയാവുന്നതുള്ളൂ. കൃഷ്ണാർജുനന്മാരുടെ ആ ഒരു സൗഹൃദത്തെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ പറയണല്ലേ. ആ ഭഗവാന്റെ ആ ബന്ധത്തിലപ്പുറം ആ ബന്ധം ഉണ്ട്. ബന്ധത്തിനൊരു സ്നേഹം വേറെ, സൗഹൃദത്തിനൊരു സ്നേഹം വേറെ, ഭക്തനും ഭഗവാനും തമ്മിലുള്ളൊരു സ്നേഹം വേറെ. ഈ മൂന്നും ചേർന്ന ബന്ധമായിരുന്നു അർജുനനും ശ്രീകൃഷ്ണ പരമാത്മാവും കൂടിയിട്ട്. അപ്പോ അവരുടെ ആ ബന്ധത്തില് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. അഗ്നിദേവൻ കൊടുത്ത ആ രഥം 3 ലോകങ്ങളിലും വിജയിച്ചു വരും എന്നുള്ളത് അറിയാമായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ആ 16-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്. നമ്മുടെ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കാണ്. പാഞ്ചജന്യം ഹൃഷീകേശഃ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാവൃകോദരഃ. കൃഷ്ണൻ ഹൃഷികേശൻ എന്നാണ് അറിയപ്പെടുന്നത്. ഹൃഷികേശൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പേരിലെ ഒന്നാണ് ഹൃഷികേശൻ എന്നുള്ള പേര്. സർവേന്ദ്രിയങ്ങളുടെയും ഉടമ എന്നാണ് ഹൃഷികേശൻ എന്ന വാക്കിനർത്ഥം. അതായത് എല്ലാ ഇന്ദ്രിയങ്ങളും അദ്ദേഹത്തിന് അപ്രാപ്യമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അതല്ല അധീനതയിലാണ് എല്ലാ ഇന്ദ്രിയങ്ങളും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹൃഷികേശൻ എന്ന പേര് വന്നത്. ജീവജാലങ്ങളെല്ലാം കൃഷ്ണ ഭഗവാന്റെ അംശങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ പുഴുവിലും ഉറുമ്പിലും എന്താണ് സസ്യജലാജാതികളിലും എല്ലാത്തിലും ഭഗവാന്റെ അംശമുണ്ട് എന്ന് അവ്യക്ത ഗതാദ്വാദികൾക്ക് ജീവജാലങ്ങളുടെ ഇന്ദ്രിയ തത്വം വിശദീകരിക്കാനാവില്ല. എല്ലാം ഭഗവാന്റെ ആ ഒരു അംശം എല്ലാത്തിലും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു ഉറുമ്പിനെ നമ്മൾ കൊല്ലുകയാണെങ്കിൽ കൂടി അത് ഭഗവാന്റെ അംശം അതിലുണ്ട്. ഉറുമ്പിനെ കൊന്നാലും പാവാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം എന്താ, ഭഗവാൻ എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ട് അവർ ഏത് ജീവിക്കും ഇന്ദ്രിയരാഹിത്യം കൽപ്പിക്കപ്പെടുന്നു. ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാനാണ് അവയുടെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത്. അപ്പൊ എന്റെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത്, ഇന്ന് എനിക്കിത് പറയാനാകുന്ന എന്റെ നാവിനെ ചലിപ്പിക്കുന്നത്, എനിക്ക് ചിരിച്ചത് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നത് എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവാണ്. ഇന്ന് നീ ഇങ്ങനെ പറഞ്ഞോ, ഇതിനെപ്പറ്റി വിശദീകരിക്കാൻ നീ ഇങ്ങനെ വിശദീകരിച്ചോ എന്നെല്ലാം ആ ഇന്ദ്രിയങ്ങളെ എല്ലാം നയിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ദ്രിയങ്ങൾക്ക് അതീതനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഋഷികേശ എന്നൊരു പേര് വന്നത്. അതിനുശേഷം എന്താണ് ചെയ്തത്? മധു എന്നൊരു രാക്ഷസനെ കൊന്നതുകൊണ്ട് മധുസൂദനൻ എന്ന പേരും അദ്ദേഹത്തിനുണ്ട്, ഋഷികേശനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ്. ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകിയാൽ ഗോവിന്ദൻ എന്നും വസുദേവപുത്രനാകയാൽ വാസുദേവനെന്നും, അദ്ദേഹം ദേവകിയെ അമ്മയായി സ്വീകരിച്ചതുകൊണ്ട് ദേവകീ നന്ദനൻ എന്നും, വൃന്ദാവനത്തിൽ വെച്ച് ബാല്യകാല കേളികളാൽ യശോദയെ ആനന്ദിപ്പിച്ചതുകൊണ്ട് യശോദാനന്ദനൻ എന്നും, സുഹൃത്തായ അർജുനന്റെ തേർ തെളിച്ചതുകൊണ്ട് പാർത്ഥന്റെ തേര് തെളിച്ചതുകൊണ്ട് പാർത്ഥസാരഥി എന്നും, അങ്ങനെ അദ്ദേഹത്തിന്റെ തിരുനാമങ്ങൾ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത തിരുനാമങ്ങൾ ഇങ്ങനെ പോകുന്നു. കുരുക്ഷേത്ര യുദ്ധരംഗത്ത് അർജുനന് നിർദ്ദേശങ്ങൾ നൽകിയതിനാൽ ഭഗവാന് ഋഷികേശൻ എന്നും പേര് നാമധേയം ലഭിച്ചു. നാനാവിധ യജ്ഞങ്ങൾക്ക് ആവശ്യമായ ധനം തന്റെ ജ്യേഷ്ഠനു വേണ്ടി നേടിക്കൊടുത്തു എന്നതിനാലാണ് ഇവിടെ പ്രയുക്തമായ ധനഞ്ജയ നാമം അർജുനന് വിധിച്ചത്. ധനഞ്ജയൻ എന്നൊരു പേര് അർജുനനുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് ഈ ഉറക്കത്തിൽ പേടി സ്വപ്നം കാണാതിരിക്കാൻ പണ്ട് നമ്മുടെ അമ്മൂമ്മമാരെല്ലാം അർജുന 10 ചൊല്ലും എന്ന് പറഞ്ഞു. അർജുനൻ, ഫൽഗുനൻ, വാർത്തൻ, വിജയനും വിശ്വതാമായവർ, പിന്നെ കിരീടിയും ശ്വേതാസൻ എന്നും ധനഞ്ജയൻ, വിഷ്ണുവും വിബൽസൻ എന്നും സവ്യസാചി എന്നും 10 നാമങ്ങളും ഭക്ത്യാ ജപിക്കയാൽ നിത്യം ഭയങ്ങളകന്നു പോവും നിശ്ചയം എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ, ഇല്ലേ? അപ്പോ അതില് വിലാളി വീരനായ, അതായത് വിജയശാലികൾക്ക് മാത്രം സാധിക്കാവുന്ന എല്ലാം ഈ കൃഷ്ണ ഭഗവാന്റെ പാഞ്ചജന്യം എന്ന ശംഖ് ഊതി അർജുനൻ അദ്ദേഹം എന്ത് ചെയ്തു? ശ്രീകൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം ഊതി. അർജുനൻ ഊതിയ ശംഖാണ് ദേവദത്തം. അർജുനന്റെ കയ്യിലുള്ള ശംഖിന്റെ പേരാണ് ദേവദത്തം. പാഞ്ചജന്യം ഭഗവാൻ ഊതി. ദുഷ്കർമ്മങ്ങളിൽ മുൻനിൽക്കുന്നവനും ഭോജനപ്രിയനുമായ ഭീമസേനൻ അദ്ദേഹത്തിന്റെ ശങ്കായ പൗണ്ഡൃകത്തനെയും കൂടി അങ്ങോട്ട് മുഴക്കി. അപ്പൊ പാഞ്ചജന്യവും പിന്നെ അർജുനന്റെ ഭഗവാന്റെ ശങ്കായ പാഞ്ചജന്യവും അർജുനന്റെ ശങ്കായ ദേവദത്തവും ഭീമന്റെ ശങ്കായ പൗണ്ഡ്രം എന്ന ശംഖും മുഴക്കി നാനാദിക്കിൽ നിന്നും യുദ്ധഭേരികൾ അങ്ങനെ മുഴങ്ങിക്കേട്ടു. അപ്പോ ഇന്ന് നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം. കാരണം ഇനിയും ഇതിൽ ശ്ലോകങ്ങൾ ഇങ്ങനെ ഉണ്ട്.
അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെ ശംഖനാഥം മറ്റുള്ളവരിൽ എങ്ങനെ ഭീതി ജനിപ്പിക്കുന്നു എന്നും കൂടി നമുക്കിവിടെ പറയാം. അപ്പൊ നമ്മൾ പറയും ഒരു നമ്മുടെയൊക്കെ ഈ ചുറ്റുപാടും നടക്കുന്ന ഒരു കാലഘട്ടത്തിലെ ഒരിക്കൽ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ എപ്പോഴും അവസാനിപ്പിക്കുക എന്താണ്, ഒരു കഥയോട് കൂടിയിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുക അല്ലെ. അപ്പോ ഭഗവാൻ രണ്ട് സമയത്ത് മാത്രമേ ശ്രീകൃഷ്ണ പരമഹംസരെ പണ്ട് പറയായിരുന്നു അത്രേ, അദ്ദേഹം പറയത്രേ 2 തവണ അത്രേ ഭഗവാൻ ചിരിക്കുക. ഭഗവാൻ ചിരിക്കുന്നത് 2 തവണയാണ് അത്രേ. എന്താണ് 2 തവണ ചിരിക്കുക എന്ന് ചോദിക്കുമ്പോ ഭഗവാൻ അതിന് ഉത്തരം പറയുന്നത് എന്താ വെച്ചാല്, ഒരാള് സ്വന്തം വീട്, ഇപ്പൊ കൗരവരുടെയും പാണ്ഡവരുടെയും കഥ തന്നെ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ അവര് യുദ്ധം ചെയ്തത്. രാജ്യം കൊടുത്തില്ല, അവർക്ക് അർഹമായ സ്വത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. ശ്രേഷ്ഠാനുജന്മാരുടെ മക്കളായ അവർക്ക് പകുതി രാജ്യം കൊടുത്തിരുന്നെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോഴുള്ള നമ്മുടെ അതിർത്തി തർക്കങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ. എന്താണ്, അവിടെ വേലി കെട്ടി ഇവിടെ വേലി കെട്ടി, ഇതെന്റെ ഭഗവാൻ എന്നൊരു ചിരിച്ചു അത്രേ. എന്താ കാരണം? ഇതെല്ലാം എത്രയോ കാലം മുമ്പേ ആരുടേതേയോ ആയിരുന്നു അല്ലെ. നമ്മൾ പറയില്ലേ ഇന്ന് നാം കൊണ്ടുവന്നതാണോ, ഇതെല്ലാം നമ്മൾ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകുമോ? അപ്പോ അന്ന് അദ്ദേഹം ഒരു ചിരിച്ചു ഉത്തരേ. കാരണം എന്താ, ഈ 6 അടി മണ്ണിലേക്ക് വീഴുന്ന ഈ ഒരു ജന്മമാണ് നമ്മുടേത്. എത്രയോ ധനികരായ ആൾക്കാരുടെ, ജയലളിത പോലുള്ള ധനികരുടെ, അതുപോലെ പ്രഗത്ഭരായ ഓരോ ആൾക്കാരുടെ അവസാന നിമിഷങ്ങളിൽ അവര് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കേട്ടാൽ ഈ കോടിക്കണക്കിന് സമ്പാദിച്ചതൊന്നും അവരുടെ അവസാന കാലത്ത് അവർക്ക് പ്രാപ്തരായില്ല. എന്ത് സ്വത്തും മുതലും ഉണ്ടെങ്കിലും ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ ജീവൻ പോവാൻ വേണ്ടി ആ ഒരു അവസാന ഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ആ യാതനകൾ എത്രമാത്രമായിരുന്നുവെന്ന് എല്ലാവരും, ആ പ്രഗത്ഭരായ എല്ലാവരും അവരുടെ എന്താ നമ്മൾ പറയില്ലേ, ഓട്ടോബയോഗ്രഫി, ജീവചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ഉണ്ടാക്കിയ സമ്പാദ്യമൊന്നും നമുക്ക് ഉതകില്ല. അവസാന കാലത്ത് നമുക്ക് ഉതകുന്നത് ഭഗവത് ഭക്തി മാത്രമാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ജീവൻ, അതായത് ദേഹത്തോട് വേർപെടുമ്പോഴാണല്ലോ നമ്മൾ പറയുക നമ്മൾ മരണം സംഭവിച്ചു എന്ന് പറയുക. ആത്മാവിന് മരണമില്ല. ആത്മാവ് എന്താ ചെയ്യുക, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് വേറൊരു ദേഹിയിൽ പോയി പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വീണ്ടും പുനർജന്മം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഈ കലികാലത്തില് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം മനുഷ്യജന്മം നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഈ മനുഷ്യജന്മം കിട്ടിയ നമ്മൾ ഈ ജന്മത്തെ എന്തുകൊണ്ട് നമുക്ക് നല്ല പ്രവൃത്തികളിലൂടെ ഈ കലികാലത്തില് നമുക്ക് ജീവിച്ചുകൂടാ, നാമം ജപിച്ചുകൂടാ, ഭഗവാന്റെ കഥകൾ പറഞ്ഞുകൂടാ? നമ്മൾ കേട്ടിട്ടുണ്ട്, നാവെന്തിനു തന്നോ ഭഗവാൻ നാരായണ നാമം ചൊല്ലാ, കാതെന്തിനു തന്നോ ഭഗവാൻ നാരായണ ഗീതം കേൾക്കാൻ, കൈയെന്തിനു തന്നു ഭഗവാൻ നാരായണനെ നമിക്കാൻ, കാലെന്തിനു തന്നു ഭഗവാൻ ഗുരുവായൂർ ചെന്നു തീർക്കാൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഭഗവാനെ നമുക്ക് ചെന്നിരിക്കുന്ന ഈ ഓരോ അവയവങ്ങളും ഭഗവാനെ പ്രകീർത്തിക്കുന്നുള്ളതായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നും പറയുന്നത് പോലെ നാമം ചൊല്ലണം, കുട്ടികളെ നാമം ചൊല്ലിക്കാൻ പ്രാപ്തരാക്കണം, അവരുടെ മൂല്യങ്ങളെ നിങ്ങൾ ഉയർത്തണം. കലികാലത്ത് ഏറ്റവും ഉദാത്തമായത് എന്താണ് ഈ കലികാലത്ത് ചോദിച്ചാൽ നാമജപം മാത്രം. നാമം ജപിക്കൂ, നാമം ജപിക്കൂ, നാമം ജപിക്കൂ. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും. നമസ്കാരം.